അന്ന് തൊട്ട് ഞാൻ ഉൾപ്പെടെ ആൾക്കാർ അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ആൾക്കാർ എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ഞങ്ങളൊക്കെ തന്നെ പറഞ്ഞു വരുന്ന ഒരു വാദമുഖമായിരുന്നു. ശബരിമല ക്ഷേത്രത്തിലെ ഒരു തരി സ്വർണമോ ഒരു രൂപയെങ്കിലോ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരായ വ്യക്തികൾ ആരായാലും, അത് തന്ത്രി ആയാലും മന്ത്രി ആയാലും, നിയമത്തിന്റെ മുമ്പിൽ അതിന്റെ പ്രോസസ്സിന് വിധേയനാകണം എന്ന ഒരു വാദമുഖമായിരുന്നു ഞങ്ങൾ ഉയർത്തിയിരുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ്. ഹൈന്ദവ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉയർന്ന പദവി വഹിക്കുന്ന ഒരാൾ തന്നെയാണ് ശബരിമലയിലെ തന്ത്രി എന്ന് പറയുന്നത്. അദ്ദേഹത്തിനോട് പിണറായി സർക്കാരിന് അല്ലെ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിട്ടുള്ള ഒരു വിരോധമാണ് ഇതിന്റെ തുടക്കത്തിന്റെ കാരണമെന്ന് വളരെ വ്യക്തമാണ്. തുലാമാസ പൂജകൾ നമുക്കറിയാം. ഈ യുവതീ പ്രവേശനം നടന്ന വർഷത്തെ തുലാമാസ പൂജകൾക്ക് ശേഷം, നട അടച്ചതിന് ശേഷം, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നടത്തിയ ഒരു പത്രസമ്മേളനവും പത്തനംതിട്ടയിൽ നടത്തിയ ഒരു പൊതുസമ്മേളനത്തിലും പറഞ്ഞ വാദങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇന്നത്തെ ഈ ബെയിൽ ആപ്ലിക്കേഷനുമായി വളരെയധികം ബന്ധമുണ്ടെന്ന് കാണാൻ സാധിക്കും. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ദേവസ്വം ബോർഡിലെ ഒരു ജീവനക്കാരൻ മാത്രമാണ് തന്ത്രി. അദ്ദേഹത്തിന്റെ കോന്തലയിൽ കെട്ടിയിട്ട താക്കോൽ ഉണ്ട് എന്നുള്ള കാരണത്താൽ വലിയ ഗർവൊന്നും താങ്കൾ കാണിക്കരുത്, എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ ചവിട്ടി പുറത്താക്കും എന്നുള്ള ഒരു വാദമായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ ബെയിൽ ആപ്ലിക്കേഷൻ നമ്മൾ നോക്കുമ്പോൾ വളരെ വ്യക്തമായ രീതിയിൽ ബഹുമാനപ്പെട്ട മോഹിത് ജഡ്ജി, എനിക്ക് അദ്ദേഹത്തിനെ അറിയാം, ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതാണ്, വളരെ നീതിയുക്തനായിട്ടുള്ള ജുഡീഷ്യൽ ഓഫീസറാണ്. അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ. തന്ത്രി എന്താണ്? അഡ്വക്കേറ്റ് രാമൻപിള്ള വഴി ബഹുമാനപ്പെട്ട വിജിലൻസ് കോടതിയിൽ അവതരിപ്പിച്ച രണ്ട് കാരണങ്ങളാണ്. മുഖ്യമന്ത്രിക്ക് തന്നോട് വിരോധമുണ്ട്. എന്താണ് കാരണം? ഒന്ന്, യുവതികളെ പ്രവേശിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ശബരിമലയിലെ നട അടച്ചിട്ടും ഭക്തന്മാർക്കും വിശ്വാസികൾക്കും ഒപ്പമാണ് താനെന്ന് പ്രഖ്യാപനം നടത്തുന്നത് മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ടില്ല. രണ്ടാമത്തേത്, കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പോൾ ബാറുകൾ സദാ തുറന്നിടുന്നതിലുള്ള ജാഗ്രത കാണിക്കുന്ന ആളാണ്. അതേപോലെ തന്നെ എല്ലാ ദിവസവും ശബരിമല തുറന്നിടണമെന്നുള്ള മുഖ്യമന്ത്രി, എന്ന് വെച്ചാൽ കേരള ഖജനാവിനെ നിറയ്ക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഈ ശബരിമല ക്ഷേത്രത്തിനെ ദിവസവും തുറന്നിടുന്ന ഒരു ബാർ ഹോട്ടലിന് സമാനം മുഖ്യമന്ത്രിയുടെ സങ്കല്പത്തിലുള്ള ബാർ ഹോട്ടൽ സങ്കല്പത്തിലേക്ക് ശബരിമലയെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടതിനെ എതിർക്കുകയും ചെയ്തു. ഈ രണ്ട് കാരണങ്ങളാലാണ് SIT എന്നെ പ്രതിയാക്കി ഈ കേസിനകത്ത് ഉൾപ്പെടുത്തി 41 ദിവസം ശബരിമലയുമായി വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ക്രൂഷ്യലായ ഡേറ്റ് ആണ് 41 ദിവസം.